നമസ്കാരം. പാർത്ഥസാരഥി രൂപവും ഭഗവത്ഗീതയിലെ 2 ശ്ലോകങ്ങളും കഠോപനിഷത്തുമായി താരതമ്യം ചെയ്തുള്ള ഒരു വിവരണമാണ്. മാണ്ഡൂക്യോപനിഷത്തിലെയും കഠോപനിഷത്തിലെയും ശ്ലോകങ്ങളുടെ അതേ അർത്ഥം വരുന്ന ശ്ലോകങ്ങൾ ഭഗവത്ഗീതയിൽ നമുക്ക് കാണാം. അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം സർവോപനിഷത്ത് സാരസംഗ്രഹമാണല്ലോ ഭഗവത്ഗീത. എപ്പോഴും യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥം, വയലൻസ് പറയുന്ന ഗ്രന്ഥം എന്നൊക്കെ ഭഗവത്ഗീതയെ പറയുമ്പോൾ ഈ ഭഗവത്ഗീതയിലുള്ള ഓരോ ശ്ലോകങ്ങളും ഉപനിഷത്തുകളിൽ നിന്നുണ്ടായതാണ് എന്നോർക്കേണ്ടതാണ്. എല്ലാ ഉപനിഷത്തുകളും ഗുരുശിഷ്യ സംവാദ രൂപമാണ്. മുമുക്ഷുക്കളായ ശിഷ്യരെ ആത്മവിദ്യയിലൂടെ സത്യദർശനത്തിന് വേണ്ട മാർഗത്തിലെത്തിക്കുക എന്നതാണ് ഓരോ ഉപനിഷത്തുകളുടെയും ലക്ഷ്യം. യുദ്ധമുഖത്ത് നിന്നുകൊണ്ട് ഉപദേശിക്കുന്നതോ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നതോ ശിഷ്യരെ അക്രമാസക്തരാക്കാൻ വേണ്ടിയിട്ടോ അല്ല ഒരു ഉപനിഷത്തും പറയപ്പെട്ടിട്ടുള്ളത്. വളരെ ശാന്തമായി സമചിത്തതയോടുകൂടി യോഗം അഭ്യസിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ ചിത്തം ശുദ്ധമായി തീരുന്നു. ക്രമേണ സംശയമില്ലാത്ത വിധം ആത്മാനുഭവവും ഉണ്ടാകുന്നു. ഉപനിഷത്തുകൾ ഈ വിധം പറയുമ്പോൾ സർവ ഉപനിഷത്തുകളുടെയും സാരമായ ഭഗവത്ഗീതയിൽ പിന്നെ മാറ്റി പറയേണ്ടതായിട്ട് ഒന്നുമില്ല. കഠോപനിഷത്തിലെ ആശയങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള സുന്ദരമായ ആവിഷ്കരണമാണ് ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ വ്യസനിച്ചുകൊണ്ട് തേരിലിരിക്കുന്ന അർജുനനോട് പുഞ്ചിരിച്ചുകൊണ്ട് തത്വോപദേശം ചെയ്യുന്ന പാർത്ഥസാരഥിയുടെ മനോഹരമായ ചിത്രം. കഠോപനിഷത്തുമായി താരതമ്യം ചെയ്ത് പറയുമ്പോൾ ഈ പാർത്ഥസാരഥി ചിത്രത്തിലെ രഥം ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ 5 കുതിരകൾ പഞ്ചേന്ദ്രിയങ്ങളാണ്. അർജുനൻ ഈ ശരീരത്തിലെ ജീവനാണ്. ഈ ജീവൻ ശരണം പ്രാപിക്കുന്ന ഈശ്വരനാണ് ശ്രീകൃഷ്ണൻ. കുതിരകളെ ബന്ധിക്കുന്ന കടിഞ്ഞാൺ, അതായത് ആധ്യാത്മികമായി പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ ബന്ധിക്കുന്ന കടിഞ്ഞാൺ എന്ന് പറയുന്നത് മനസ്സാണ്. ആ മനസ്സിനെ ബുദ്ധിയാകുന്ന സാരഥിയെ ഏൽപ്പിച്ചിരിക്കുന്നു. 2 സൈന്യങ്ങൾ നന്മ തിന്മകളെ സൂചിപ്പിക്കുന്നു. വെള്ളക്കുതിരകളെ പൂട്ടിയ തേരാണ് അർജുനൻ്റേത്. വെളുത്ത നിറം ശുദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. അർജുനന്റെ ഇന്ദ്രിയങ്ങൾ സാത്വിക കർമ്മങ്ങളിൽ മാത്രമേ വ്യാപരിക്കുകയുള്ളൂ എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. സാത്വിക സംസ്കാരങ്ങളുള്ള ജീവന്റെ പ്രതീകമാണ് അർജുനൻ എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഗാന്ധീവം ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് സ്വാർത്ഥകർമ്മങ്ങൾ ചെയ്യുന്നത് നിർത്തി എന്നാണ് സൂചന. മനസ്സാകുന്ന കടിഞ്ഞാൻ പിടിച്ച് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നിയന്ത്രിച്ച് വേണ്ട വഴിയിലൂടെ നയിക്കുന്നത് ശുദ്ധബുദ്ധിയാകുന്ന സാരഥിയാണ്. ബുദ്ധി ശുദ്ധമാകുമ്പോൾ ഭയാശങ്കകൾക്ക് അവകാശമില്ല. അപ്പോൾ ജീവന് നവചൈതന്യം ലഭിച്ച പ്രതീതിയുണ്ടാകുന്നു. അധാർമിക പ്രവണതകൾ എണ്ണത്തിലും വണ്ണത്തിലും എത്ര വലുതാണെങ്കിലും ശരി, അവയെ മുഴുവൻ എതിർത്ത് തോൽപ്പിച്ച് ജീവിതായോധനത്തിൽ സമ്പൂർണ്ണ വിജയം കൈവരിക്കാൻ അപ്പോൾ ജീവൻ സമർത്ഥനായി ഭവിക്കും. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഈ പാർത്ഥസാരഥി രൂപം ഉപനിഷത്തുകളുടെ എല്ലാം ആശയങ്ങളുടെ മൗന വ്യാഖ്യാനമാണ് എന്ന് സംശയമില്ലാതെ പറയാം. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളെ പൂട്ടിയ ശരീരമാകുന്ന തേരിൽ ജീവനാകുന്ന അർജുനൻ ഇരിക്കുന്നു. നന്മ തിന്മകളാകുന്ന 2 സൈന്യങ്ങൾ ഏറ്റുമുട്ടാൻ പോകുകയാണ്. മാർഗദർശനത്തിനായി ജീവൻ ഈശ്വരനെ ശരണം പ്രാപിക്കുന്നു. ശരീരമാകുന്ന രഥത്തെ സുരക്ഷിതമായി മുന്നോട്ട് നയിക്കാൻ ഇന്ദ്രിയങ്ങളാകുന്ന അശ്വങ്ങളെ ബന്ധിച്ച മനസ്സാകുന്ന കടിഞ്ഞാൺ ബുദ്ധിയാകുന്ന സാരഥിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈശ്വരനെ ശരണം പ്രാപിച്ച ജീവന് ജീവിത വിജയം സുനിശ്ചിതമാണ്. സർവവേദങ്ങളുടെയും സാരസംഗ്രഹമായിരിക്കുന്ന തത്വോപദേശം കേട്ടാലും ഇത് ശോകത്തെ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഭയക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു സൂചനയാണ് ഭഗവാന്റെ പുഞ്ചിരി. ദേവീ സമ്പന്നന്മാരുടെയും ആസുരി സമ്പന്നന്മാരുടെയും നടുവിൽ മനുഷ്യരുടെ സ്വാർത്ഥതയും കാപട്യവും ചതിയും കണ്ട് വിഷാദിക്കുന്ന ദേവീ സമ്പന്നനായ ഒരാൾക്ക് ആസുരഭാവങ്ങൾക്കെതിരായി പോരാടാൻ ശക്തിയും ധൈര്യവും നൽകിയിട്ടുള്ളത് എന്നും ഭഗവാൻ തന്നെയാണ്. അർജുനന്റെ അജ്ഞതയുടെ വിഷാദം അത്ര പ്രശ്നമുള്ളതല്ല, തത്വോപദേശം കൊണ്ട് മാറ്റാവുന്നതേയുള്ളൂ എന്നോർത്തിട്ടാണ് ഭഗവാൻ പുഞ്ചിരിക്കുന്നത്. ഇനി ഭഗവത്ഗീതയും കഠോപനിഷത്തും പറയുന്ന ചില കാര്യങ്ങളെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. അതായത് ഭഗവത്ഗീത യുദ്ധം ചെയ്യാനും സമാധാനം നഷ്ടപ്പെടുത്താനും അല്ലെങ്കിൽ വയലൻസ് മാത്രം പറയുന്ന ഗ്രന്ഥമാണെന്നുള്ള വാദം ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ഇത് അതിനൊരു വിവരണമാകുമെന്ന് വിചാരിക്കുന്നു. അതായത്
ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ 19-ാമത്തെ ശ്ലോകം പറയുന്നത് ഇങ്ങനെയാണ്: യാ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. അതിൻ്റെ സാരം ഇങ്ങനെയാണ്: ആരാണോ ഈ ആത്മാവിനെ കൊല്ലുന്നവനായി അറിയുന്നത്, ആരാണോ ഈ ആത്മാവിനെ കൊല്ലപ്പെടുന്നവനായി അറിയുന്നത്, അവർ രണ്ടുപേരും സത്യം വേർതിരിച്ചറിയുന്നില്ല. ഈ ആത്മാവ് കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നുമില്ല. കഠോപനിഷത്ത് 1-ാം അധ്യായത്തിൽ 2-ാമത്തെ വല്ലിയിൽ 19-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ഹന്താ ചേൻ മന്യതേ ഹന്തും ഹതശ്ചേൻ മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. അതിൻ്റെ സാരം ഇങ്ങനെയാണ്: ഒരാൾ ഞാൻ അവനെ ഹനിക്കുന്നു എന്ന് വിചാരിക്കുമ്പോഴും ഹതനായവൻ ഞാൻ ഹനിക്കപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴും രണ്ടുപേരും യഥാർത്ഥ തത്വം അറിയുന്നില്ല. ആത്മാവ് ഹനിക്കുകയോ ഹനിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഹനിക്കുക എന്ന വാക്കിന് ഉപദ്രവിക്കുക, നശിപ്പിക്കുക എന്ന ഏതർത്ഥവും എടുക്കാം. സർവ്വ ഉപനിഷത്തുകളുടെയും സാരസംഗ്രഹമാണ് ഭഗവത്ഗീതയെങ്കിൽ ഭഗവത്ഗീതയ്ക്ക് എത്രയോ മുൻപുള്ളതാണ് ഈ ഉപനിഷത്തുകൾ. കൊല്ലാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മാവ് കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നുമില്ല, ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് യുദ്ധം ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ധാരണ പലർക്കുമുണ്ടാകാം. അപ്പോൾ ഇതൊരു തെളിവല്ലേ? ഉപനിഷത്തുകളെല്ലാം ഗുരുശിഷ്യ സംവാദ രൂപത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഗുരു ശിഷ്യനെ ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നതാണ് എല്ലാ ഉപനിഷത്തുകളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. യുദ്ധത്തിന് മുൻപ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗുരു ശിഷ്യനോടെന്ന പോലെ ഉപദേശിച്ചതാണ് ഭഗവത്ഗീതയെങ്കിൽ എല്ലാ ഉപനിഷത്തുകളും ശിഷ്യന്റെ സംശയങ്ങളകറ്റി ആത്മബോധമുണർത്തുന്നതിനുള്ള വിദ്യകളാണ്. അതിൽ അക്രമ പ്രേരണകൾ ഒന്നും തന്നെയില്ല. ഉപനിഷത്തുകളുടെ സാരസംഗ്രഹമായ ഭഗവത്ഗീത ഒരിക്കലും അക്രമോപദേശമല്ല, ജ്ഞാനോപദേശം തന്നെയാണ്. കഠോപനിഷത്തിലെയും മാണ്ഡൂക്യോപനിഷത്തിലെയും എല്ലാം ചില ശ്ലോകങ്ങൾ ആ ഭഗവത്ഗീതയിലെ ചില ശ്ലോകങ്ങളും കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ അതേ അർത്ഥം വരുന്ന തരത്തിലുള്ളതാണ്. കഠോപനിഷത്തിലെ 1-ാം അധ്യായത്തിലെ 18-19 ശ്ലോകങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത്. 18-ാമത്തെ ശ്ലോകത്തിൽ ചില വാക്കിൻ്റെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അതും അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ കൃഷ്ണൻ യുദ്ധത്തിന് മുൻപ് പെട്ടെന്നൊരറിവ് അർജുനനോട് ഉപദേശിച്ചതല്ല. ഈ അറിവ് എന്നും ഇവിടെ ഉണ്ടായിരുന്നു. അനാദികാലം മുതൽ തന്നെ പല പല ശിഷ്യന്മാരാൽ ഈ അറിവ്, പല പല ഋഷീശ്വരന്മാരാൽ ഈ അറിവ് ശിഷ്യന്മാർക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഉപദേശിച്ചതായിരുന്നു. അതിനെയെല്ലാം ഒന്ന് സമന്വയിപ്പിച്ചുകൊണ്ട് വീണ്ടും ഭഗവാൻ അർജുനനെ ഉപദേശിച്ചതാണ്. ഭഗവത്ഗീത സാഖ്യയോഗത്തിൽ 20-ാമത്തെ ശ്ലോകം, അതായത് സത്യദർശിയായ ഒരു ജ്ഞാനിയുടെ അനുഭവത്തിൽ ശാശ്വത വസ്തു എങ്ങനെയുള്ളതാണെന്ന് പറയുന്നു. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാവ ന ഭൂയഃ അജോ നിത്യഃ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അതിൻ്റെ സാരം ഇങ്ങനെയാണ്: ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുന്നവനല്ല, മരിക്കുന്നവനുമല്ല, ഉണ്ടായ ശേഷം പിന്നെ ഉള്ളവനായി ഭവിച്ചവനുമല്ല. ഈ ആത്മാവ് ജനിക്കാത്തവനും മാറ്റമില്ലാത്തവനും ക്ഷയമില്ലാത്തവനുമാണ്. ശരീരങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ ഉള്ളവനായ ഈ ആത്മാവ് ശരീരം നശിപ്പിക്കപ്പെടുമ്പോൾ നശിപ്പിക്കപ്പെടുന്നുമില്ല. സത്യവസ്തുവായ ആത്മാവിനെ കുറിച്ച് അതേ അർത്ഥം വരുന്ന കഠോപനിഷത്തിലെ ശ്ലോകം ഇതാണ്: ന ജായതേ മ്രിയതേ വാ വിപശ്ചിത് നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യഃ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇതിലെ 1-ാമത്തെ വരിയിൽ, അതായത് ഭഗവത്ഗീതയിലെയും കഠോപനിഷത്തിലെയും ഈ ശ്ലോകത്തിലെ ആദ്യത്തെ വരിയിൽ വിപശ്ചിത്, കഥാചിത് എന്നുള്ളിടത്ത് കഠോപനിഷത്തിൽ വിപശ്ചിത് എന്നാണ്. അതേപോലെ 2-ാമത്തെ വരി നായം ഭൂത്വ ഭവിതാവ ന ഭൂയഃ എന്ന് ഭഗവത്ഗീത പറയുമ്പോൾ നായം ഉദശ്ചിന്ന ബഭൂവ കശ്ചിത് എന്നാണ് കഠോപനിഷത്ത് പറയുന്നത്. ബാക്കി പിന്നെയുള്ള 2 വരികളും അതുപോലെ തന്നെയാണ് പറയുന്നത്. ശ്ലോകത്തിൽ ചെറിയ വാക്കുകളിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ആത്മാവിനെ കുറിച്ച് പറയുന്ന ശ്ലോകങ്ങളാണ്. നിരന്തരമായി പലതരത്തിൽ പറഞ്ഞു കേൾക്കുമ്പോഴാണ് നമ്മളിലൊരു അന്വേഷണ ബുദ്ധി വളരുകയുള്ളൂ. സ്വയം അറിയാനുള്ള ഒരു ജിജ്ഞാസ വേണം. ആ ജിജ്ഞാസ തന്നെയാണ് ആത്മജ്ഞാനത്തിന് വേണ്ട അർഹത. അതാണ് ഗീതയിലൂടെ ഭഗവാനും ആവർത്തിച്ചു പറയുന്നത്.
വയലൻസ് മാത്രം പറയുന്ന ഗ്രന്ഥം എന്ന് ഗീതയെ പറയുമ്പോൾ വയലൻസ് മാത്രം പറയുന്ന ഗ്രന്ഥമല്ല എന്നല്ല നമ്മൾ പറയേണ്ടത്, വയലൻസേ പറയുന്നില്ല ഭഗവത്ഗീതയിൽ എന്നാണ് പറയേണ്ടത്.